അസ്ഥിവേദനകളിരിക്കുന്നവർക്കും ശരീരത്തിലെ അവിടെ ഇവിടെ പല സ്ഥലങ്ങളിലും മുഴകളുള്ളവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ അസ്ഥിവേദനയിലിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ക്യാൻസർ ഉൾപ്പെടെ പലതരത്തിലുള്ള മുഴകളുള്ളവരെ സ്പർശിക്കുന്നതിനായി കർത്താവേ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം ആരാധന 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ മഹത്വം മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ യേശുവേ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം. സ്പോണ്ടിലോസിസിന്റെ അസുഖങ്ങൾ, തൈറോയിഡ് രോഗങ്ങളാണ്, ടോൺസിൽ രോഗങ്ങൾ, കഴുത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി കഴുത്തിൽ സ്പർശിക്കുക. കഴുത്ത് രോഗമുള്ളവരെ കഴുത്തിൽ സ്പർശിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കഴുത്ത് രോഗം ഇല്ലാത്തവരെ നിങ്ങളുടെ ബന്ധുക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശത്രുക്കളെ പോലും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ കഴുത്തിന് അസുഖമുള്ള എല്ലാവരെയും ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ രോഗമുള്ള കഴുത്തുകളെ സ്പർശിക്കണമേ. കർത്താവേ സുഖപ്പെടുത്തണമേ. അമ്മേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം 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 സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ 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 മഹത്വം 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 പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദര രോഗങ്ങളുള്ളവരെ വയറ്റിൽ കൈവെക്കുക. മക്കൾ ഇല്ലാത്തവരെ അടിവയറ്റിൽ കൈവെക്കുക. എല്ലാം കൈവെക്കുമ്പോൾ ഈശോ നാമത്തിലാണ് കൈവെക്കേണ്ടത്. ഈശോയെ നിന്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ കൈകളെ രോഗാതുരമായ സ്ഥലങ്ങളിലേക്ക് വെക്കുന്നത്. ദൈവം സമസ്തം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്ന വചനം അടിയൻ അനുസ്മരിച്ച് പ്രഖ്യാപിക്കുന്നത് പോലെ ഫിസ്റ്റുല രോഗികള്, പിസിഒഡി രോഗികള്, അണ്ഡാശയത്തിലെ കുരുക്കളുള്ളവര്, മറ്റു ജനിതകമായ തകരാറുകളുള്ളവര്, എവിടെ ആയിരുന്നാൽ ഈ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നവര് ഒക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ ഉദര രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, കുടൽ രോഗങ്ങള്, എല്ലാം ഇപ്പോഴങ്ങ് സ്പർശിക്കണം. ഈശോയെ വിശുദ്ധമായ രോഗങ്ങളെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ 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 മഹത്വം 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം മഹത്വം യേശുവേ മഹത്വം ആരാധന ആരാധന യേശുവേ 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 മഹത്വം മഹത്വം യേശുവേ മഹത്വം 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 യേശുവേ യേശുവേ. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. ഹൃദയ രോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. കരൾ രോഗികളെ നെഞ്ചിൽ കൈവെക്കട്ടെ. കർത്താവെ തിരുബലാവിൽ മുറിവിലെ ചോര കൊണ്ട് അന്തൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയവനെ ദിവ്യമുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഈ ശ്വാസകോശ രോഗികളുടെ മേലെല്ലാം അങ്ങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശത്തെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ കർത്താവെ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് ശ്വാസകോശ രോഗങ്ങള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. അമ്മേ പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കിഡ്നി രോഗികള് നടുവിനെ കൈവെക്കട്ടെ, നടുവിൻ്റെ പ്രദേശങ്ങൾ കൈവെക്കട്ടെ. എവിടെയെല്ലാമാണ് രോഗികളുള്ളത് നിങ്ങൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ മേഖലയെല്ലാം നിങ്ങൾ ഈശോയുടെ നാമത്തിൽ കൈവെക്കുക. എവിടെയെല്ലാം പാൻക്രിയാസ് ആയാലും ശരി, ശിരസിൻ്റെ വേദന, തലവേദനയായാലും ശരി, പിൻകഴുത്തിലെ വേദനയാണ് ശരി, പക്കിൻ്റെ അസുഖവും നീരിറങ്ങി വീഴുന്ന അസുഖമായാലും ശരി, എവിടെയൊക്കെയാണ് നിനക്ക് വേദനയുള്ളത് അവിടെയെല്ലാം ഈശോനാമത്തിൽ കൈവെക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വാദരോഗികളെ സ്പർശിക്കണമേ, വാദരോഗികളെ സ്പർശിക്കണമേ, പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ, പാൻക്രിയാസ് രോഗികളെ സ്പർശിക്കണമേ, കിഡ്നി കല്ലുള്ളവരെ, കിഡ്നി കല്ലുള്ളവരെ, സിസ്റ്റുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സ്പർശിക്കണമേ, കിഡ്നി ചുരുക്കക്കാരെ സ്പർശിക്കണമേ, കിഡ്നി ചുരുക്കക്കാരെ സ്പർശിക്കണമേ, കർത്താവേ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ, നിന്റെ ഉന്നതമായ നാമത്തിൽ നടുവേദനക്കാരെ സ്പർശിക്കണമേ, നടുവേദനക്കാരെ സ്പർശിക്കണമേ, നടുവേദനക്കാരെ സ്പർശിക്കണമേ, നടുവേദനക്കാരെ സ്പർശിക്കണമേ, അപരിചിത രോഗങ്ങള്, അപരിചിത രോഗങ്ങള്, അപൂർവ രോഗങ്ങള്, അപൂർവ രോഗങ്ങള് യേശുനാമത്തില്, യേശുനാമത്തില്, യേശുനാമത്തില് ഈ നിമിഷം മാതാവിന്റെ മധ്യസ്ഥതയിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം കർത്താവേ മഹത്വം, കർത്താവേ മഹത്വം, യേശുവേ യേശുവേ മഹത്വം, മഹത്വം മഹത്വം കർത്താവേ മഹത്വം, മഹത്വം മഹത്വം മഹത്വം. സാമ്പത്തിക ബാധ്യതകള് അടക്കാൻ നിർവാഹമില്ലാത്തവര്, വലിയൊരു ബാധ്യത കൊടുത്തു വിട്ടാൻ വേണ്ടി ഡേറ്റ് ഇട്ടിരിക്കുന്നവര്, ആ ഡേറ്റിനുള്ളിൽ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ മാനഹാനിയും മഹാസങ്കടങ്ങളും സംഭവിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ കർത്താവേ, ഈശോയേ ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ മഹത്വം, യേശുവേ യേശുവേ യേശുവേ, ഈശോയേ ഈശോയേ ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം കർത്താവേ. ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. നമ്മളിപ്പോൾ നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, ജോലി സംബന്ധമായിട്ടുള്ള മത്സര പരീക്ഷകള്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒത്തിരിയേറെ അഭ്യസ്ത വിദ്യർക്ക് വലിയ അഭയസ്ഥാനമാണ് അമ്മ സന്നിധാനം. ഒരു കുഞ്ഞു പോയി രക്ഷപ്പെട്ട ആ കുടുംബം മൊത്തം രക്ഷപ്പെടും. അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ നശിച്ചും പോകും സാമ്പത്തികമായ കടങ്ങളാല്. അതുകൊണ്ട് മക്കൾ പോയി രക്ഷപ്പെടാൻ വേണ്ടി സ്തുതിക്കാൻ പോകും. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ, ജോലിയില്ലാത്ത മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ, ഈശോയെ ഞങ്ങളുടെ പരീക്ഷകളെ സമർപ്പിക്കുന്നു ഈശോയെ, പരീക്ഷകളെ സമർപ്പിക്കുന്നു ഈശോയെ, ഈശോയെ കർത്താവിന് കരുണ ചൊരിയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. മക്കളെ, ടെസ്റ്റ് ഇന്റർവ്യൂ വീണ്ടും നിങ്ങൾ ഈശോൻ്റെ അടുത്ത് വരുന്നത് വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന എല്ലാ ടെസ്റ്റുകളും ഇൻ്റർവ്യൂകൾ നമുക്ക് കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്നു. മാതാപിതാക്കന്മാരും ഈ സമയത്ത് ശ്രദ്ധിച്ച് മക്കളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ടതാണ്. ജോലി സംബന്ധമായ യാത്രകൾ, PR, എമിഗ്രേഷൻ,
വിസ, പാസ്പോർട്ട്, സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള രേഖകൾക്ക് വേണ്ടിയുള്ള എല്ലാ അലച്ചിലുകളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ, കുടുംബസമാധാനം ഇല്ലാത്തവര്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, മാന്യതയുണ്ട്, കാര്യം, പക്ഷെ സമാധാനം മാത്രമില്ല. എല്ലാം തീർന്നില്ല, സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഈ മണ്ണിലെ നിന്നെ ദൈവമാണ് ഈ കണ്ണീരിൻ്റെ കാലത്ത് കൊണ്ടുവന്നിരിക്കണമെന്ന് ദൈവപൈതലെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവിത പങ്കാളികളുടെ സംശയരോഗങ്ങള് മാനസികമായി അകന്നിട്ട് ഡൈവേഴ്സിന് വേണ്ടി ആലോചിക്കുന്നവര് ശ്രമിക്കുന്നവര് വിവാഹം ഒത്തുവരാത്തവര് കർത്താവേ ജപ്തി നടപടി നേരിടുന്നവര് സാമ്പത്തിക ബാധ്യതകളാല് അയൽവാസികളിൽ നിന്ന് സമാധാനമില്ലാത്തവര് ജോലി സ്ഥലങ്ങളില് സമാധാനമില്ലാത്തവര് പല ശത്രുദോഷങ്ങളിൽ നിന്ന് സമാധാനമില്ലാത്തവരെ പരിശുദ്ധ അമ്മ വഴി ആ കുടുംബങ്ങളെ ആ വ്യക്തികളെ ആരാധനയ്ക്ക് സമർപ്പിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണമേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം കർത്താവേ, മഹത്വം മഹത്വം കർത്താവേ, മഹത്വം യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 മഹത്വം മഹത്വം കർത്താവേ, മഹത്വം യേശുവേ യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, മഹത്വം യേശുവേ, മഹത്വം യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, മാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ സന്തോഷത്തോടെ ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. മക്കളെ, ബ്ലീഡിങ് ഉള്ളവര്, നിർത്താത്ത ബ്ലീഡിങ് ഉള്ളവരുണ്ടാകും. തക്കതായ ചില തകരാറുകൾ അവിടെ യൂട്രസിലോ മറ്റ് ആന്തരിക അവയവങ്ങളിലോ ഉണ്ടാകാം. ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ട് ഇങ്ങനെ മാസങ്ങളോ ദിവസങ്ങളോളം നിൽക്കുന്നവരുണ്ടാകാം. അവിടെയെല്ലാം സൗഖ്യത്തിനായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏത് തരത്തിലുള്ള, ഇനി മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്നവരുണ്ടാകാം, കർണത്തിൽ നിന്ന് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ടാകാം, വായിൽ നിന്ന് ബ്ലഡ് വരുന്നവരുണ്ടാകാം, പലതരത്തിലുള്ള സ്വെല്ലിംഗ് ഉണ്ടാകുന്ന എല്ലാ സ്രാവങ്ങളുടെ മേലും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സർവ്വവിധ സ്രാവങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം നിന്ന് പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ, മഹത്വം യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ യേശുവേ, ഹല്ലേലൂയ 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 ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്യാൻസർ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, തലച്ചോറിന്റെ അസുഖങ്ങള്, പ്രഷർ രോഗങ്ങള്, മറ്റു മരുന്ന് കഴിക്കുന്ന പല രോഗങ്ങളുടെ മേലും പരിശുദ്ധമ്മേ വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ഞങ്ങൾക്ക് വേണ്ടി സൗഖ്യമാക്കണം. സൗഖ്യമാക്കണം. ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കണേ. എന്നെന്നും പ്രാർത്ഥിക്കണേ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
മക്കളെ, നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. മക്കളെ, നമ്മൾ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള സമയങ്ങൾ നിങ്ങൾ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത് അനുഗ്രഹത്തിലേക്കുള്ള സമയം കുറക്കുമെന്നാണ് അച്ഛൻ്റെ വർഷങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ. അതായത് അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരേണ്ട ആ സമയങ്ങളിൽ നമ്മൾക്ക് സംഭവിക്കുന്ന വിഷയങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് എന്തിനാണെന്നറിയാവോ? ഇൻ കേസ് മഴ വരികയാണെങ്കിൽ ആ മഴ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരെല്ലാം എഴുന്നേൽക്കുക. ഇൻ കേസ് മഴ വരികയാണെങ്കിൽ, വർഷമാണ്, നമുക്കെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ഇൻ കേസ് മഴ വന്ന് അവർക്കോട്ട് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വരികയാണെങ്കിൽ അവർക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റണം. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ കയറാൻ പറ്റും. അതുകൊണ്ടാണ് അച്ഛൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചത്. ശ്രുതികട ഹല്ലേലൂയ. എന്നെന്നും പ്രാർത്ഥിക്കണേ. അനുഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തെ സുവിശേഷ വിഹിതമായി വിനിയോഗിക്കണം. എന്നാൽ അനുഗ്രഹത്തിലേക്കുള്ള സമയം നമുക്ക് കുറക്കാൻ പറ്റും. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്മാവ് എന്താണ്? അവൻ പറയണത് പോലെ അതാണ് സംഭവം. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് 5, ഇപ്പം യോഹന്നാൻ 2:5 അതിൻ്റെ മർമ്മം അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പം നമ്മൾ അമ്മ വഴി ഈശോനോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താണ്? ഈശോ പറഞ്ഞ പോലെ ജീവിച്ചുകൊള്ളാം. അതിന് ഞങ്ങൾ നിങ്ങൾക്ക് മാതൃകയായിട്ട് കുറച്ച് വചനങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഇപ്പോൾ ഉടമ്പടി 1 കൊല്ലം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം ചേഞ്ച് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം 3 മാസം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നുള്ള വചനം നടപ്പിൽ വരുത്തി അവൻ പറയണത് പോലെ നിങ്ങൾ ചെയ്ത് അപ്പോഴത്തെ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കർത്താവിൻ്റെ, നമ്മളെ സംബന്ധിച്ചുള്ള എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ വചനം ചെയ്താൽ മതിയല്ലോ. അത് ഒരു വചനം നമ്മളൊരു മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം. അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾ പറയും കർത്താവിൻ്റെ വേറൊരു വചനം പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അതാവൻ പറഞ്ഞതല്ലേ? അപ്പോൾ സ്വയം പരിത്യജിക്കുക. അപ്പോൾ അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് 16:16. ഇപ്പോൾ നമ്മൾ അടുത്ത 3 മാസം ആത്മീയ അഭ്യാസമായിട്ട് സുവിശേഷ സാക്ഷ്യമായിട്ട് മത്തായി 16:16 ചെയ്യുന്നു. എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ കുരിശെടുക്കാൻ വേണ്ടി നമ്മൾ 3 മാസത്തേക്ക് തീരുമാനിക്കും. നമുക്ക് പല കുരിശുണ്ട്. എല്ലാ കുരിശുകളും ആരുടെ നാമത്തിൽ നമ്മൾ എടുക്കണത്? ഈശോയുടെ നാമത്തിലാണ് എടുക്കുന്നത്. അതാകുമ്പോൾ പിന്നെ കുറച്ച് എളുപ്പമാവും. എല്ലാ കുരിശിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കൃപയാണുള്ളത്. അത് യേശുനാമത്തിൽ എടുക്കുമ്പോഴാണത് കൃപ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ കുരിശിനും കൃപയുണ്ട്. പക്ഷേ ആ കൃപ നമുക്ക് ഡെലിവറി ചെയ്യിക്കാനുള്ള ടെക്നിക്കാണ്, പാസ്വേഡാണ് ഈശോയുടെ നാമം എന്ന് പറയണത്. എല്ലാ കുരിശിലും ദൈവം കൃപ വെച്ചിട്ടുണ്ട്.
പക്ഷേ അതിൻ്റെ പാസ്വേഡ് എന്താ? ദ നെയിം ഓഫ് ജീസസ്, കർത്താവിൻ്റെ നാമമാണ്. അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ ഇപ്പം നിൻ്റെ മുതുകത്തൊരു കുരു വന്നെന്ന് വിചാരിച്ചോ, സിമ്പിൾ തിങ്. അപ്പോൾ എന്നാ സംഭവിക്കാൻ പോണത്? നിനക്ക് നല്ല ഷർട്ട് ഇട്ടുകൊണ്ടാ അല്ല ബ്ലൗസ് ഇട്ടുകൊണ്ടാ പുറത്ത് പോകാൻ തോന്നുക. കുരു പൊട്ടിക്കഴിഞ്ഞാൽ നിന്നെ നല്ല ഷർട്ട് പഴുപ്പ് വരും. അപ്പോൾ പിന്നെ നീ എന്ത് ചെയ്യും? പുറത്ത് പോകാൻ നേരത്തെ നിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുകൊണ്ട് പോരും നീ. എന്താ കാര്യം? ഈ പണ്ടാരം എങ്ങനെ പൊട്ടുകയാണെങ്കിൽ എൻ്റെ നല്ല ഉടുപ്പ് പോകത്തല്ലേ. അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നല്ല ഉടുപ്പിടാനുള്ള ആഗ്രഹം പോയി. അത് പരിത്യാഗമായി. അവിടെ പറഞ്ഞ മനസ്സിലായില്ലേ? അത് പരിത്യാഗമായി. അതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പം നമ്മൾ ആ നല്ല ഉടുപ്പ് എങ്ങനെ മുതുകത്തെ കുരു പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ പഴുപ്പും ചിലവും നല്ല ഉടുപ്പ് വന്നാൽ ആ നല്ല ഉടുപ്പ് നഷ്ടപ്പെടത്തില്ലേ. അതുകൊണ്ട് ഞാൻ കല്യാണത്തിലാണെങ്കിലും മോശം ഉടുപ്പിട്ടാണ് പോണത്. ഇതെവിടെയാണ്? കർത്താവ് ഇത് അനുവദിക്കുന്നവരെ ഞാനിത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ എന്നാ പറ്റേണ്ടത്? എൻ്റെ അഭിമാനം പോകും. മൊത്തം പോകത്തില്ല. എൻ്റെ ആ നിലവാരത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ചെറിയൊരു കുറച്ചിൽ. കാര്യം എനിക്ക് നല്ല ഉടുപ്പുണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു ചെറിയ ഈടാണ്. അപ്പോൾ എന്താ പറ്റണത്? അപ്പോഴും നമ്മൾ ഫിലിപ്പ് 2:7 വർക്കൗട്ട് ചെയ്യും. എന്താ? അതും കർത്താവാണ്. പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഫിലിപ്പ് 2:7 വർക്കൗട്ട് ചെയ്യും. അവിടെ എന്തുണ്ട്? പരിത്യാഗമുണ്ട് ഇല്ലേ? അപ്പോൾ ഞാൻ കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ മുതുകത്തുള്ള കുരു നീ എടുത്ത് മാറ്റുന്നത് വരെ ഞാൻ ഈ മോശം ഉടുപ്പിട്ടുകൊണ്ടാണ്, എനിക്ക് നല്ല ഉടുപ്പുണ്ട്, ഞാൻ മോശം ഉടുപ്പിട്ടുകൊണ്ട് പോണത്. അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡേർഡിന് അല്പം കുറവിപ്പോൾ കൂട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫിലിപ്പ് 2:7 അനുസരിച്ച് കൊണ്ട് നീയാണ് നിൻ്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞ ആൾ. നീ പകർത്തിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത നീ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. നീ ദാസനായി നിന്നെ തന്നെ താഴ്ത്തി. അപ്പം നിൻ്റെ താഴ്മ, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ താഴ്ത്തിയത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഞാൻ താഴുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരാവും? നമ്മൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണ് ജീവിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്. സ്തുതിക്കട ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവേ, മഹത്വം യേശുവേ, മഹത്വം യേശുവേ, യേശുവേ, മഹത്വം 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 മഹത്വം. സ്തുതിക്കട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം മഹത്വം മഹത്വം. യേശുവേ മഹത്വം. എന്നെന്നും പ്രാർത്ഥിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ വിഷയങ്ങളും ഇതുപോലെയാണ്. എല്ലാ വിഷയങ്ങളും ഇപ്പം നമുക്ക് ഓരോരോ മാസം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലിരിക്കുക. ഉടമ്പടിയിലിരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? കർത്താവിനെ ഇങ്ങനെ സാക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴും ദൈവത്തിന് മനസ്സിലാകും നമ്മൾ സിൻസിയറാണെന്ന്, ഇല്ലേ? സിൻസിയറാണെന്ന്. അങ്ങനെ സിൻസിയറാണെന്ന് വന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നൊരു വചനമില്ലേ? ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോഴും നിൻ്റെ വിഷയം ഏത് രീതിയിലും ചെയ്യാൻ ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ 1-2 കാര്യങ്ങളൊക്കെ ഉള്ളു, ഇന്ന വഴി എന്നൊക്കെ ഉള്ളു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ വഴികളുണ്ട് ശരിക്കും. അപ്പം നിൻ്റെ കടമാണ്. അപ്പം നിൻ്റെ കടം നിൻ്റെ മുമ്പിലുള്ള വഴി എന്താ? സ്ഥലം വിൽക്കുകയാണ് നിൻ്റെ വഴി. അപ്പോൾ സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ സ്ഥലം വിൽക്കാതെ തന്നെ നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാധ്യതകളിലാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈശോ പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറയണ എവിടെ വെച്ചാ? പൂങ്കാവനത്തിൽ വെച്ചാ. പൂങ്കാവനത്തിൽ ചോര വിയർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. നീ നിൻ്റെ മക്കളെ പ്രതിയായാലും വീടിനെ പ്രതിയായാലും കടത്തെ പ്രതിയായാലും
നിന്റെ ആരോഗ്യത്തെ പ്രതികളും ചോര വിയർക്കുമ്പോൾ ദൈവത്തോട് പറയാൻ പറ്റിയ വാക്കാണ് എന്താണ്? പിതാവേ, അങ്ങക്കെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, 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 ആരാധന. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. കരങ്ങളടിച്ചുകൊണ്ട് അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും അനുഗ്രഹത്തിൻ്റെയൊക്കെയുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എന്താണ്? അനുഗ്രഹത്തിലേക്കുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? വചനം ചേഞ്ച് ചെയ്ത് അവൻ പറഞ്ഞ ഓരോ വചനങ്ങളും എടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുക. ലഭ്യമായ കുരിശിൻ്റെ സാഹചര്യങ്ങളെ മത്തായി 16:16 അനുസരിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് നമ്മളതിനെ പ്രാവർത്തികമാക്കുന്നതാണ് ഒന്നാമത്തെ വഴി. അനുഗ്രഹത്തിലേക്കുള്ള രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത്, എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവേ, ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വിശ്വാസമല്ല അച്ഛൻ പറയണത്, ദൈവ സ്നേഹം. ഒന്ന് പറഞ്ഞേ, കർത്താവേ, കർത്താവേ, സഹനത്തിൻ്റെ ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം കർത്താവേ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അങ്ങനെ പറയണമെന്നറിയാവോ? എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കെട്ടുപോണ ലൈറ്റ് ഏതാണെന്നറിയാവോ? ദൈവസ്നേഹത്തിൻ്റെതാ. വിശ്വാസം പിന്നെ നിൽക്കും, പക്ഷേ ദൈവസ്നേഹം കെട്ടുപോകും. അതൊരു സീരിയസ് വിഷയമാണ്, ഡേഞ്ചറസ് സബ്ജക്റ്റ്, അപകടകരമായൊരു വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വിളക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ കാറ്റത്ത് കൊണ്ടുപോകുമ്പോൾ കൈപിടിച്ചല്ലേ കൊണ്ടുപോകണത്. അതുപോലെ ദൈവസ്നേഹത്തിന് എപ്പോഴും ഒരു കൈപിടുത്തം നല്ലതാണ്. ഒരു തടക്കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം ദൈവസ്നേഹം. എന്നിട്ട് ഇടയ്ക്ക് നിങ്ങളത് പറയുകയും ചെയ്യണം. ഇതിന് ഏറ്റവും നല്ലത് പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ട് വർത്തിക്കാൻ തിരുക്കുമായിട്ട് അപേക്ഷിക്കും. ഈ സുഹൃത ജപം നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. കാര്യം
എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രോഗം വന്നു, അല്ലെങ്കിൽ കടക്കാർ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞ് പെട്ടെന്ന് കെട്ടുപോണത് ദൈവസ്നേഹം എന്നുള്ള വിളക്കാണ് കെട്ടുപോണത്. വിശ്വാസം നിൽക്കും, കുറച്ചുകൂടി പ്രത്യാശയൊക്കെ നിൽക്കും. സ്നേഹത്തിൻ്റെ വിളക്ക്